കവിത കവിത പടി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. നമ്മുടെ മഞ്ഞുമല്ല പിള്ളേർ, മഞ്ഞുമൽ ബോയ്സ്, അത് തിയേറ്ററുകളിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് തകർത്താടുകയാണ് കേട്ടോ. റിലീസിങ് കഴിഞ്ഞൊരു 16 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ലൂസിഫറിൻ്റെ കളക്ഷനായ 128 കോടിയെ മറികടന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അത് 128 കോടിയാണ് ലൂസിഫർ നേടിയതെങ്കിൽ ഇതിപ്പോൾ 130 കോടിക്കടുത്ത് മഞ്ഞുമൽ ബോയ്സ് നേടിക്കഴിഞ്ഞു. ഈ പയ്യൻ എന്നാണ് ഇനി പുലിമുരുകനെയും 2018 എന്ന ടോപ്പ് 175 കോടിയാണ് ആ സിനിമ നേടിയത്, അതിനെ തരിപ്പണമാക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ മറ്റൊരു മലയാളി പയ്യൻസിൻ്റെ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതേതാണെന്നറിയില്ലേ, പ്രേമലു. അതും തിയേറ്ററിൽ ഒട്ടും മോശമില്ലാതെ ഓടുകയാണ്. അത് ഭീഷ്മപർവ്വത്തിൻ്റെ റെക്കോർഡിനെ തകർത്തു. അത് 90 കോടി മറികടന്നു എന്നാണ് റിപ്പോർട്ട്. 100 കോടി ക്ലബിൽ ഒരാഴ്ചയ്ക്കകം ആ സിനിമയും എത്തിച്ചേരുമെന്നാണ് പുതിയ വാർത്തകൾ. മലയാള സിനിമയുടെ ഒരു വസന്തകാലമാണെന്ന് തന്നെ പറയാം. 3 സിനിമകൾ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം മഞ്ഞുമൽ ബോയ്സ് 25 കോടിയിലേറെ കളക്ഷൻ നേടിക്കഴിഞ്ഞുവെന്നും ഒരാഴ്ചയ്ക്കകം അത് 50 കോടിയിലെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഒരു മലയാള സിനിമ ഒരു അന്യനാട്ടിൽ, അതും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മലയാള സിനിമ 25 കോടിയിലെത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. അവിടുത്തെ ജനം, പ്രത്യേകിച്ചും യുവാക്കൾ, മഞ്ഞുമൽ ബോയ്സിനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നും ഭാഷ ഒരു പ്രശ്നമല്ലെന്നും സിനിമ അതിഗംഭീരമായി അവർ സ്വീകരിച്ചു കഴിഞ്ഞുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ തോതിൽ പോകുകയാണെങ്കിൽ ഇത് 200 കോടി ക്ലബ്ബ് എന്ന ഒരു പുതിയ റെക്കോർഡ് മലയാള സിനിമയ്ക്ക് ഒരു പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏതാണ്ട് 75 കോടിക്ക് മേലെ ഇതിനകം നേടിക്കഴിഞ്ഞു. വിദേശത്ത് നിന്ന് ഏതാണ്ട് 50 കോടിയായി. മൊത്തത്തിൽ ഇതുവരെയുള്ള നമ്മുടെ മലയാള സിനിമ റിലീസിങ് ചരിത്രത്തിൽ അതിവേഗം പണം വാരിക്കൂട്ടുന്നൊരു ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞു. ഈ മലയാളി പയ്യൻസ് തമിഴ് നടൻ കമലഹാസനോടുകൂടി കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുണ എന്ന സിനിമയിലെ പാട്ടാണ് ഇതിൻ്റെ എൻട്രി സീൻ. അതിഗംഭീരമായ ആ തമിഴ് പാട്ടാണ് ഇതിൻ്റെ ഒരു തമിഴ്നാട്ടിൽ ഹൈപ്പുണ്ടാക്കാൻ ഒരു പ്രധാന കാരണമെന്ന് നമുക്ക് തോന്നുന്നു. അത് തമിഴ് മക്കൾ അല്ലെങ്കിൽ തമിഴ്നാട് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള നമ്മുടെ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 200 കോടി ക്ലബ്ബ് എന്നുള്ള പുതിയൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഈ സിനിമ സ്ഥാപിക്കട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.